ഹലോ. കുറച്ച് നാളുകളായി നമ്മുടെ സിനിമ ക്യാരക്ടർ അനാലിസിസ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് കൗരവർ എന്ന സിനിമയിലെ മെഗാസ്റ്റാർ മമ്മൂക്ക അഭിനയിച്ച ആൻ്റണി എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്. മമ്മൂട്ടിയുടെ ഈ റോൾ നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോയ ഒന്നാണ്. അതോ മമ്മൂട്ടി ചെയ്തതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ, ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ റോളുകളിൽ ഒന്നാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച പെർഫോമൻസുകൾ ഏതാണെന്ന് ചോദിച്ചാൽ പലർക്കും മനസ്സിലേക്ക് ഓടി വരുന്ന പല പേരുകളാണ്. ചിലർക്ക് ബിലാൽ, മറ്റു ചിലർക്ക് സേതുരാമയ്യർ, രാജമാണിക്യം, ചന്തു, ബാലൻ മാഷ്, അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റാത്ത അത്രയും നല്ല റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്ര പേർ കൗരവറിലെ ആൻ്റണിയെ ആ ലിസ്റ്റിൽ ആദ്യം ഓർക്കും? കാരണം ആൻ്റണി ഒരു ടിപ്പിക്കൽ മാസ് ഹീറോ അല്ല. അയാളൊരു വെറും ഗാങ്സ്റ്ററുമല്ല. അയാളൊരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്, വലിയ സംഘടനകളുടെ നടുവിൽ നിന്ന് ഹൃദയം നുറുങ്ങുന്ന വേദന ഉള്ളൊതുക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. ആൻ്റണി എന്തുകൊണ്ടാണ് മലയാള സിനിമകളിലെ ഏറ്റവും മികച്ച ട്രാജിക് ഹീറോകൾ ഒന്നായി മാറുന്നതെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് ഡീപ്പായിട്ട് നോക്കാം. 1992 ജോഷി ലോഹിദാസ് കൂട്ടുകെട്ടി പുറത്തിറങ്ങിയ കൗരവർ ഒറ്റ നോട്ടത്തിൽ ഒരു ഗാങ്സ്റ്റർ സിനിമയാണ്. പ്രതികാരം, ഗുണ്ടാ സംഘങ്ങൾ, ഇങ്ങനെയുള്ള ചിരം ചേരുവകളെല്ലാം സിനിമയിലുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആൻ്റണി തൻ്റെ ജീവിതം തകർത്ത ഹരിദാസ് എന്ന പോലീസുകാരനോട് പ്രതികാരം ചെയ്യാൻ പഴയ ടീമിനെ കൂട്ടുന്നതാണ് കഥയുടെ ഒരു വൺ ലൈൻ. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ക ആക്ഷൻ പടത്തിൻ്റെ എല്ലാ സാധ്യതകളും മുന്നിലുണ്ട്. എന്നാൽ കൗരവറിനെ ഒരു ഗാങ്സ്റ്റർ സിനിമയെ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നഷ്ടമാകും. ഈ സിനിമയുടെ യഥാർത്ഥ കരുത്ത് അതിൻ്റെ ആക്ഷൻ സീനുകളിലല്ല, മറിച്ച് ആൻ്റണി എന്ന നായകൻ്റെ ഉള്ളിലെ തീവ്രമായ വേദനയിലാണ്. ലോഹിദാസ് എന്ന എഴുത്തുകാരൻ ഒരു പ്രതികാര കഥയല്ല എഴുതുന്നത്, അദ്ദേഹം വേദനിക്കുന്ന ഒരു അച്ഛൻ്റെ കഥയാണ് എഴുതുന്നത്. ജോഷി എന്ന സംവിധായകൻ ആ വേദനയ്ക്ക് സ്ക്രീനിൽ ഏറ്റവും വലിയ പ്രാധാന്യം നൽകി. ചുരുക്കത്തിൽ ഇതൊരു ആക്ഷൻ സിനിമ എന്നതിലുപരി ശക്തമായ ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ്. പ്രതികാരമാണ് ആൻ്റണിയെ മുന്നോട്ട് നയിക്കുന്നത്, പക്ഷേ അതിൻ്റെ പിന്നിൽ വെറുപ്പ് മാത്രമല്ല, നഷ്ടം, കുറ്റബോധം, സ്നേഹം, നിസ്സഹായത, ഇവയെല്ലാം ചേർന്ന ഒരു വലിയ ഭാരമാണ് ആൻ്റണി ചുമക്കുന്നത്. ഈ ഒരു സങ്കീർണതയാണ് ആൻ്റണിയെ ഇത്രയേറെ റിയലിസ്റ്റിക് ആകും. വേണമെങ്കിൽ ഒരുപാട് അലറി വിളിച്ച് പെർഫോം ചെയ്യാൻ സാധ്യതകളുള്ള ഒരു റോളാണ് ആൻ്റണി. പക്ഷേ ഇവിടെയാണ് ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടിയുടെ റേഞ്ച് നമ്മൾ കാണുന്നത്. അദ്ദേഹം തിരഞ്ഞെടുത്ത ഓവർ ആക്ടിങ്ങിൻ്റെ വഴിയല്ല, മറിച്ച് അണ്ടർപ്ലേയുടെ അവിശ്വസനീയമായ വഴിയാണ്. അലർച്ചകളോ നാടകീയതയോ ഒന്നും ഈ സിനിമയെ കാണാനാകില്ല. പകരം ഒരു നോട്ടം കൊണ്ടും വാക്കുകൾക്കിടയിലെ ചെറിയ നിശബ്ദത കൊണ്ടും ഒക്കെയാണ് മമ്മൂട്ടിയിലെ ആൻ്റണി നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത്. ആൻ്റണി ഒരു മുറിയിലേക്ക് മിണ്ടാതെ കയറി വരുമ്പോൾ പോലും ആ അന്തരീക്ഷം ഭാരമുള്ളതാകുന്നത് അയാളുടെ ഉള്ളിലെ ആ കടലിരമ്പെന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. അയാളുടെ മൗനത്തിന് പോലും പല സംഭാഷണങ്ങളെക്കാളും ആഴമുണ്ട്. ഇവിടെയാണ് കുറച്ച് സംസാരിക്കുന്നതാണ് കൂടുതൽ ശക്തം എന്ന അഭിനയത്തിലെ വലിയ സത്യം മമ്മൂട്ടി നമുക്ക് കാണിച്ചു തരുന്നത്. ആൻ്റണിയുടെ ദുഃഖത്തിന് ഒരേ ഭാവമല്ല സിനിമയിലുടനീളം. അയാളുടെ വൈകാരികമായ മാറ്റത്തിന്റെ ഓരോ ഘട്ടവും മമ്മൂട്ടി വളരെ സൂക്ഷ്മമായി നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഒന്നാമതായി ഫ്ലാഷ് ബാക്കിൽ വരുന്ന സന്തോഷവാനായ ആൻ്റണി, സ്നേഹമുള്ള ഭർത്താവും അച്ഛനുമായി ജീവിക്കുന്ന അയാളുടെ മുഖത്ത് നിറയുന്ന ലാളിത്യം പിന്നീട് വരുന്ന ആ ദുരന്തത്തിന് ആഴം കൂട്ടുന്നു. രണ്ടാമത്തേത് നിസ്സഹായതയുടെ ഘട്ടമാണ്. ജീവിതം കൈവിട്ടു പോകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ ഭാവം അയാളുടെ കണ്ണുകളിൽ നിറയും. ആ പഴയ സന്തോഷമെല്ലാം മാഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരുതരം അകൽച്ച മുഖത്ത് വരും. അടുത്തത് ഒരിക്കലും തീരാത്ത ദുഃഖത്തിൻ്റെ കടലാണ്. കുടുംബം നഷ്ടപ്പെട്ടതിന് ശേഷം ജീവിക്കുന്ന ഒരു പ്രേതം പോലെയാണ് ആൻ്റണി. ദുഃഖത്തിൽ ജീവിക്കുന്ന, ചലിക്കുന്ന, ഉള്ളിൽ ജീവനില്ലാത്ത രൂപം മാത്രം. ആ ദുഃഖത്തിൽ നിന്നാണ് അയാൾക്ക് പ്രതികാരം ഉണ്ടാകുന്നത്. ഇത് സാധാരണ സിനിമയിലെ പൊട്ടിത്തെറിക്കുന്ന ദേഷ്യമല്ല, ഇത് ശാന്തവും എന്നാൽ ഉള്ളിൽ പുകയുന്നതുമായ ഒന്നാണ്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരാളുടെ അപകടകരമായ പ്രതികാര ദാഹം എന്ന് വേണം പറയാം. ആ സമയത്ത് മമ്മൂട്ടിയുടെ നോട്ടം മൂർച്ചയുള്ളതാകുന്നു, താടിയലിൽ മുറുകുന്നു, ശബ്ദം പേടിപ്പെടുത്തുന്ന ഒന്നായി മാറുന്നു. അവസാനമായി സിനിമയുടെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ കുറ്റബോധവും പ്രതീക്ഷയും ഒരുമിച്ച് വരുന്നൊരു ഘട്ടമുണ്ട്. തൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടാകാമെന്ന് അറിയുമ്പോൾ അയാൾ വീണ്ടും ഒരു സംരക്ഷകനാകാൻ ശ്രമിക്കുന്നു. പ്രതികാരവും സ്നേഹവും തമ്മിലുള്ള ഒരു യുദ്ധം അയാളുടെ ഉള്ളിൽ നടക്കുന്നത് നമുക്ക് മമ്മൂട്ടിയുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. ബിഗ് ബിയിലെ ബിലാൽ, CBIയിലെ സേതുരാമയ്യർ അല്ലെങ്കിൽ രാജമാണിക്യം, മമ്മൂട്ടിയുടെ ഈ ഐക്കോണിക് കഥാപാത്രങ്ങളൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? പവർ, സ്റ്റൈൽ, അതോറിറ്റി, അവരെല്ലാം സ്ക്രീനിനെ ഭരിക്കുന്ന സൂപ്പർ ഹീറോകളാണ്. നമ്മൾ അവരെ ആരാധിക്കുന്നു, ആഘോഷിക്കുന്നു. എന്നാൽ ആൻ്റണി വ്യത്യസ്തനാണ്. അയാൾ സ്ക്രീനിനെ കീഴടക്കുന്ന ശക്തി കൊണ്ടല്ല, തൻ്റെ വേദന കൊണ്ടാണ്. ബിലാൽ സ്റ്റൈലാണ്, സേതുരാമയ്യർ ബ്രില്യൻസ് ആണ്, രാജമാണിക്യം നമ്മളെ ചിരിപ്പിക്കും. പക്ഷേ ആൻ്റണി, അയാൾ നമ്മളെ വേദനിപ്പിക്കും. അയാളുടെ വേദന നമുക്ക് ഫീൽ ചെയ്യും. ആ ദുരന്തം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ആൻ്റണി എന്ന കഥാപാത്രം സ്പെഷ്യലാകുന്നത്. തീർച്ചയായും ലോഹിദാസ് എന്ന എഴുത്തുകാരനും ജോഷി എന്ന സംവിധായകനും നൽകിയ ശക്തമായ അടിത്തറയെക്കുറിച്ച് പറയാതെ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനായില്ല. ഒരു സാധാരണ സിനിമയെ പ്രതികാരം ചെയ്യുന്ന നായകൻ ഒരു യന്ത്രം പോലെ ആകുമായിരുന്നു. എന്നാൽ ലോഹിദാസിന്റെ തിരക്കഥ ആൻ്റണിയുടെ മനുഷ്യത്വത്തെ ഒരിക്കലും കൈവിട്ടുന്നില്ല. അയാളുടെ വേദന അത്രയും യാഥാർത്ഥ്യമായി അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരിക്കലും അവനെ വെറുക്കാൻ കഴിയില്ല. അയാളുടെ ദേഷ്യം ഒരു ഗുണ്ടയുടെ ദേഷ്യമില്ല, എല്ലാം നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു നിലവിളിയാണ്. ജോഷി എന്ന സംവിധായകൻ ഈ വൈകാരിക നിമിഷങ്ങൾക്ക് ശ്വാസമെടുക്കാൻ വേണ്ടത്ര ഇടം നൽകി. മമ്മൂട്ടിയുടെ പ്രകടനത്തിന് നിശബ്ദതയുടെ ഭാരം താങ്ങാൻ കഴിയുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ നിമിഷങ്ങൾ അതിഗംഭീരമായി ഉപയോഗിച്ചു. എഴുത്തുകാരൻ വികാരം സൃഷ്ടിച്ചു, സംവിധായകൻ അതിന് ഇടം നൽകി, നടൻ അത് നമ്മളെ അനുഭവിപ്പിച്ചു. ഈ കോംബോ ആണ് കൗരവർ എന്ന സിനിമയെ സാധാരണ ആക്ഷൻ പടത്തിൽ നിന്ന് ഒരു ക്ലാസിക് ആക്കി മാറ്റിയത്. അപ്പോൾ വർഷങ്ങൾക്കിപ്പുറവും എന്തുകൊണ്ടാണ് ആൻ്റണി ഇത്രയധികം നമ്മളെ സ്വാധീനിക്കുന്നത്?
കാരണം ആ പെർഫോമൻസ് ടൈംലെസ് ആണ്. ഓവർ ആക്ടിങ്ങിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, എന്നാൽ സത്യസന്ധമായ വേദനയ്ക്ക് അതില്ല. തകർന്ന ഹൃദയവും ദുഃഖവും ജീവിതവും തിരികെ ലഭിക്കുന്ന നേരിയ പ്രതീക്ഷയും ചേർന്ന ആന്റണിയുടെ യാത്രയ്ക്ക് ഒരു സാർവത്രികമായ ഒരു ഭാവം. അതുകൊണ്ടാണ് കൗരവരിലെ ആന്റണി മമ്മൂട്ടിയുടെ ഏറ്റവും ധീരവും മികച്ചതുമായ പ്രകടനങ്ങളിൽ ഒന്നായി മാറുന്നത്. അതൊരു കഥാപാത്രം മാത്രമല്ല, മലയാളം കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളുടെ അഭിനയ മികവിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു പാഠപുസ്തകമാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ഒരാളാണോ ആന്റണി? അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. കൂടുതൽ സിനിമ കോണ്ടന്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.